നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഈ വിഷയങ്ങളായി പഞ്ചായത്തുമായിട്ടുള്ള വിഷയങ്ങൾ നിർത്താമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്നെ വന്ന് ചൊറിച്ചിലാണ് ഓരോന്നൊക്കെ പറഞ്ഞ്. പോയി PCക്ക് പഠിക്കട്ടെ, നിനക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതിൻ്റെയാണ്, കോപ്പാണ് കുറച്ചക്രാന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അവർ ആ ഒന്നോ രണ്ടോ കമൻസ് അല്ലാതെ ആ താഴെ കിടക്കുന്ന കമൻസുകളൊന്നും ഇവർ വായിക്കാതെയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. കാരണം ഇവർ 10 പേര് ഈ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതുപോലെ അനുഭവമുള്ളവർ പുറത്ത് നിൽക്കുന്നതെന്ന കാര്യം ഇവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം. അപ്പം എന്നോടൊരു പഞ്ചായത്തിലെ ഒരു സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത്, ഈ 12:30 ആകുമ്പോഴത്തേക്ക് ചില ദിവസങ്ങൾ, അതായത് 5-ാം തീയതിയാണ് ഈ പലിശയില്ലാതെ വാടകയൊക്കെ അടയ്ക്കേണ്ട ദിവസങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിലെ കൗണ്ടറിൻ്റെ അവിടെ. അപ്പോൾ ഈ സ്റ്റാഫിന് ഒരു രീതിയുണ്ട്. അതായത് ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 1 മണിക്ക് ഈ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് മിക്കവരും ഭയങ്കര തിരക്കാണ് ചില ദിവസങ്ങളിൽ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഇവർക്ക് നമുക്ക് കാണത്തില്ല കമ്പ്യൂട്ടർ. ഇവർ ഹാങ് ആയെന്നും പറഞ്ഞ് ഇരിപ്പിരിക്കും. ചിലപ്പോൾ കറണ്ട് പോയി, അല്ലെങ്കിൽ ഹാങ് ആയി, ഒത്തിരി അന്ന് ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് ഹാങ് ആയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഇവർ ഒറ്റ ഇരിപ്പിരിക്കും. അത് ഇവരൊരു അടവാണെന്നാണ് എന്നോടൊരു സ്റ്റാഫ് തന്നെ പറഞ്ഞത്. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ പല പ്രാവശ്യമായപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ് അത് അവരുടെ ഒരു അടവാണ്. അവർക്ക് കറക്റ്റ് സമയത്തിന് ഉണ്ണാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് അവർ കാണിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് കേട്ടോ. പഞ്ചായത്തിലെ സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കവടി തരത്തി കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ. ഇങ്ങോട്ട് തുള്ളാൻ വരുന്നവർ ഇതോടൊക്കെ കേട്ടിട്ട് വേണം. അപ്പം ഈ പറയുന്നത്, ഈ തുള്ളാൻ വരുന്നത് വേറൊരു കാര്യം കൂടെ, നിങ്ങളുടെ പല കാര്യങ്ങളും എനിക്കറിയാം, പല കുൽസിത പ്രവർത്തികളും എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കൂടെ നിങ്ങൾ വെറുതെ എൻ്റെ വായിന്ന് വരുത്തരുത്. ഞാൻ അതൊക്കെ വിളിച്ച് പറഞ്ഞു തന്നിരിക്കും. എനിക്കിനിപ്പോൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കിപ്പോൾ പഞ്ചായത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പറയുന്ന ഒരു കാര്യങ്ങളും കള്ളവുമല്ല. ഇനി എന്നെ സംബന്ധിച്ച് ബോധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് കള്ളം പറഞ്ഞ് ഇവരെ ഒന്നും വെറുപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൂടെ പറയുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ എല്ലാവരും വന്ന് ചിലരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ പഞ്ചിങ് വെച്ചിരിക്കുന്നത്? പഞ്ചിങ് പിന്നെ എന്തിനാണ്, മറ്റേതാണ് കുറച്ചാണ്. അപ്പോൾ പോകാനും വരാനും പഞ്ചിങ് ഉണ്ട്, ഞാൻ സമ്മതിച്ചു. ചിലരങ്ങോട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ കാണാം, അങ്ങോട്ട് എരച്ച് പാഞ്ഞ് വലിയ പിന്നെ ഈ നിബിൾ സ്റ്റോപ്പ് ട്രെയിനൊക്കെ വരുന്ന പോലെ അടിച്ച് മുകളിലോട്ട് ചവിട്ടി തേച്ച് കയറി പോകുന്നത്. കാരണം പഞ്ചിങ് അല്ലേ, സമയത്തിന് എല്ലാം വേണ്ടി. അതിന് ശേഷമോ പോകാനും വരാനും പഞ്ചിങ് ഉണ്ട്. ഇതിനിടയ്ക്ക് നിങ്ങളവിടെ എന്താ ചെയ്യുന്നത് അറിയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? CCTV വെക്കാമോ? CCTV വെക്കാം. ഞങ്ങളെല്ലാം കൃത്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്, നിങ്ങൾ CCTV വെച്ചോളൂ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ. CCTV വെക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഒന്നൊരു കാര്യം ആലോചിച്ച് നോക്കൂ. 8 വർഷം ഞാൻ പലിശ അവിടെ വാടക അടച്ച റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എനിക്ക് ഡെപ്പോസിറ്റ് അടച്ച 3 ലക്ഷം രൂപ തിരിച്ചു മേടിക്കാൻ ചെന്നപ്പോൾ അവർ പറയുകയാണ് 8 വർഷം നിങ്ങൾ പലിശ അടച്ചു, പിന്നെ എന്തെങ്കിലും മുടക്കം വരുത്തിയെന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം പോലും. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എത്രയോ പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ സമയത്തിന് ഞാൻ ഈ വാടക അടയ്ക്കാൻ വേണ്ടി ഇറങ്ങി ഓടുമ്പോൾ തലേ മാസത്തെ വാടക ചീട്ടും കൊണ്ട് ചെന്നാലേ ഇവർ വാടക എടുക്കുള്ളൂ. ഇപ്പോൾ ഇവരെന്തിനാണ് കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ആ കമ്പ്യൂട്ടറിൽ എൻ്റെ പേരടിച്ച് നോക്കിയാൽ തലേ മാസത്തെ വാടക അടച്ചോന്ന് ഇവർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേങ്കിൽ അവർ എടുക്കത്തില്ല. തലേ മാസത്തെ വാടക ചീട്ട് കൊണ്ടുവന്നെങ്കിലേ അവരെടുക്കുകയുള്ളൂ. സത്യത്തിൽ ഞാൻ പല പ്രാവശ്യം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടിരിക്കുന്നത്? കമ്പ്യൂട്ടർ എൻ്റെ പേര് ഞെക്കി നോക്കുമ്പോൾ അല്ലേ എൻ്റെ ആ കെട്ടിട നമ്പർ നോക്കുമ്പോൾ അറിയേണ്ടതല്ലേ ഞാൻ വാടക അടച്ചോ ഇല്ലയെന്ന്? അത് പറ്റത്തില്ല. ഞാൻ വാടക ചീട്ടും കൊണ്ട് വേണം. പിന്നെ എത്രയോ പ്രാവശ്യം ഞാൻ തിരിച്ചു പോയി വാടക ചീട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അത് കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവർ വാടക എടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള എന്നോട് പറയുകയാണ്, നിങ്ങൾ വാടക അടച്ചൊന്ന് ചെക്ക് ചെയ്യണം പോലും. 1 മാസമായിട്ടും ഈ വാടക ഇവർ ചെക്ക് ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യമാണ്. അവസാനം എന്നോട് അവിടുത്തെ 2 മെമ്പർമാർ തന്നെ, പ്രസിഡൻറ്റും ഒരു മെമ്പറും വിളിച്ച് പറഞ്ഞു, നമ്മൾ ഇതിനൊക്കെ കാശ് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങളെല്ലാം സപ്പോർട്ടാണ്, നിനക്ക് പൈസ വേണമെങ്കിൽ നീ വന്ന് നേരിട്ട് ഡീൽ ചെയ്തോളാം പറഞ്ഞു. അവരൊന്നും വിചാരിച്ചിട്ട്, ഈ മെമ്പർമാരോ പ്രസിഡൻറ്റോ വിചാരിച്ചിട്ട് എനിക്ക് ആ പൈസ മേടിച്ചു തരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പല മെമ്പർമാർക്കും ഇപ്പോഴത്തെയും നേരത്തെയൊക്കെ ഈ സ്റ്റാഫിനെ വരെ പേടിയാണെന്നുള്ളത്. കാരണം അവർക്കൊക്കെ യൂണിയൻ ഉണ്ടല്ലോ, അവരെന്താ കാണിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പം ഞാനവിടെ കിടന്ന് ബഹളം വെച്ചു. സ്വാഭാവികമായിട്ടും നമ്മളെ കൺട്രോൾ വിടും, നമുക്ക് കിട്ടാനുള്ള ചില്ലറ പൈസയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചത് വലിയ പൈസ തന്നെയാണ്. അപ്പോൾ ഞാനവിടെ കിടന്ന് ബഹളം വെച്ചപ്പം ഇത് നോക്കേണ്ട ആൾ ഒരു സ്ത്രീയാണ്. അവരെന്നോട് ഓടി വന്ന് പറയുകയാണ് 3 ദിവസം കൊണ്ട് ശരിയാക്കി തരാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ 1 മാസം ശരിയാകാത്ത സാധനം എങ്ങനെയാണ് എനിക്ക് 3 ദിവസം കൊണ്ട് ശരിയാകുന്നത്? അത് 3 ദിവസം കൊടുത്താൽ ഞാനത് ശരിയാക്കി തരാം, ഞാൻ അടുത്ത 3 ദിവസം അവധിയാണെന്ന്. ശരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പല പ്രാവശ്യം എന്നോട് ഇതേ ഡയലോഗ് പറഞ്ഞു, ഞാൻ 3 ദിവസവും കൂടി ശരിയാക്കി തരാം, പക്ഷേ അടുത്ത 3 ദിവസം ഞാൻ ലീവുമാണ്. അപ്പോൾ ഞാൻ വേറൊരാളോട് ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് അന്വേഷിച്ച് ഇവരെന്താ ഇങ്ങനെ ചോദിച്ചപ്പോൾ, അപ്പോൾ അവർ വേറെ ഏതോ സ്ഥലത്തുള്ളതാണ്, അവരിത് ഇങ്ങനെയാണ് അവരുടെ രീതി. അവർ ഈ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പിറ്റേ ദിവസം തൊട്ട് അവർ ഒരാഴ്ച അവധി എടുത്ത് വീട്ടിൽ അങ്ങിരിക്കും. അതാണ് പുള്ളിക്കാരുടെ രീതി. അപ്പം എന്നോട് പറഞ്ഞു 3 ദിവസം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് 3 ദിവസം, എനിക്ക് ഇന്ന് പൈസ കിട്ടിയില്ല, നിങ്ങൾ ഇവിടെ അടച്ചാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു മെമ്പർ എന്നോട് പറഞ്ഞു, അമ്പിളി ക്ഷമിക്ക്,
ഈ പറഞ്ഞ പോലെ പൈസ അവർ തരും, അങ്ങനെയല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മെമ്പർ എനിക്കൊരു 3 ലക്ഷം രൂപ താ, എനിക്ക് വരുന്ന ചെക്ക് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തന്നേക്കാം, എനിക്കൊരു വിഷയവുമില്ല. കാരണം എനിക്കിത് കിട്ടിയിട്ട് വേണം പല കാര്യങ്ങൾ ചെയ്യാൻ. എനിക്കൊരു കട വീടിനോടടുത്ത് ചേർന്ന് പണിയേണ്ടതുണ്ട്, പലർക്കും ചോദിച്ച പൈസ കടം മേടിച്ച് കൊടുക്കേണ്ടതുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരാം, ഞാൻ വാടക അടച്ചോല്ലേ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയല്ലോ, അപ്പോൾ നിങ്ങൾ പൈസ തരുമല്ലോ. ഞാൻ എൻ്റെ ഫയൽ മുഴുവൻ കൊണ്ടു കൊടുത്തു. ഞാൻ വാടക അടിച്ച് അത്രയും കാലത്തെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 8 വർഷത്തേത്. അത് ഞാൻ അവരുടെ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തിട്ട് എനിക്ക് പൈസ തരണം. 1 മാസമായിട്ട് കിട്ടാത്ത സാധനം 3 ദിവസം കൊണ്ട് ശരിയാക്കി തരുമെന്ന് പറഞ്ഞ സാധനം 4 മണിക്ക് മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആരുടെ ഭാഗത്തെ തെറ്റാണ്? എൻ്റെ ഭാഗത്തെ തെറ്റാണോ, അതോ സ്റ്റാഫിൻ്റെ ഭാഗത്തെ തെറ്റാണോ? അതേപോലെ ഒരു പയ്യനുണ്ട്, ഈ ആശ്രിത നിയമനക്കാർ, അതൊരു പറയാതിരിക്കാൻ പറ്റാത്തൊരു കഥയാണ്, അത് ഞാൻ അടുത്ത ദിവസം പറയാം.